ഒരു റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഒരു കഫേ ഇന്റീരിയർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. ടോട്ടൽ ഫ്ലോർ ഏരിയയുടെ 60% ഡൈനിങ് ഏരിയയ്ക്ക് മാറ്റി വെക്കുക. അതുപോലെ തന്നെ 40% കിച്ചൺ, ബാക്ക് ഓഫീസ് ആൻഡ് സ്റ്റോറേജ് ഏരിയയ്ക്ക് വേണ്ടിയും മാറ്റി വെക്കുക. കസ്റ്റമേഴ്സിനും സ്റ്റാഫിനും സുഖകരമായി നടക്കാൻ കഴിയുന്ന രീതിയിൽ വേണം നമുക്ക് സ്പേസ് പ്ലാൻ ചെയ്യാൻ. എല്ലാ ടേബിളും ഗുഡ് ടേബിൾ ആയിരിക്കണം. അതായത് കസ്റ്റമേഴ്സിന് ഏത് ടേബിൾ ഇരുന്നാലും കംഫർട്ടബിൾ ആൻഡ് വാല്യൂ തോന്നണം. അങ്ങനെ ആയിരിക്കണം അറേഞ്ച്മെന്റ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ലൈറ്റിംഗ്. ലേയർഡ് ആയിട്ടുള്ള ലൈറ്റിംഗ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ആംബിയന്റ് ലൈറ്റിംഗ്, ടാസ്ക് ലൈറ്റിംഗ് ആൻഡ് ആക്ഷൻ ലൈറ്റിംഗ് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ബ്രാൻഡിനും ഏതുതരം ഫുഡാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനനുസരിച്ച് വേണം കളർ സെലക്ട് ചെയ്യാൻ. അതായത് റെഡ്, ഓറഞ്ച്, യെല്ലോ പോലുള്ള നിറങ്ങൾ വിശപ്പ് വർദ്ധിപ്പിക്കുന്ന നിറങ്ങളാണ്. അതുപോലെ ബ്ലാക്ക്, ഗ്രേ ആൻഡ് ബ്ലൂ അങ്ങനത്തെ നിറങ്ങൾ കൊടുത്താൽ അപ്പറ്റൈറ്റ് കുറയ്ക്കുന്ന നിറങ്ങളാണ്. അതുപോലെ തന്നെ കംഫർട്ടിനും കൺസെപ്റ്റിനും അനുയോജ്യമായ ഫർണിച്ചർ തിരഞ്ഞെടുക്കുക. എളുപ്പം വൃത്തിയാക്കാനും മൂവ് ചെയ്യാനും അനുയോജ്യമായ ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. നല്ല ഒരു HVAC എയർ സർക്കുലേഷൻ സിസ്റ്റം ഉറപ്പുവരുത്തുക. റെസ്റ്റോറന്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ.